ഒരു 1000 മുട്ടയായി ഒരെണ്ണം ഇങ്ങോട്ട് തട്ടി കഴിയുമ്പോൾ പിറ്റേന്ന് നമ്മൾ നോക്കാൻ വരുമ്പോൾ ഈ കടുമുട്ടായി പോലെ ഒരു നിന്ന് കൂട്ടിയിട്ടില്ല. പക്ഷെ ഇതെല്ലാം കുഴിച്ചു മൂടി കഴിയുമ്പോൾ പിറ്റേ ദിവസം പിന്നെ കുഞ്ഞുങ്ങളായിട്ട് മണൽ പോലെ ഉണ്ടാകുന്നത്. തീരുമാനിച്ച് ഈ ഒരു 2-3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഒരു മാറ്റം കിട്ടത്തുള്ളൂ. അപ്പൊ അത് ഇപ്പം നോക്കാം, നമ്മുടെ കോട്ടയം ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? ഇത് ഉഭയലിംഗ ജീവിയാണ്. എന്താണ് ഉഭയലിംഗ ജീവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ചുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒച്ച എവിടെയെങ്കിലും ചെന്നുള്ളെങ്കിലും മീൻസ് ആ ഉഭയലിംഗ 2 ലിംഗങ്ങളും ഉള്ളത് കൊണ്ട് ഒറ്റ ഒരെണ്ണേ ചെന്നുള്ളെങ്കിൽ അത് മൾട്ടിപ്ലൈ മുട്ടയിട്ട് വരും. തറയോടുകൾ അതുപോലെ തന്നെ സിമെൻറ്റ് ഭിത്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്നോടത്തൊക്കെ നമുക്ക് ചെറിയ ഹാൻഡ് സ്പ്രേയർ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ പറയുന്ന തുരിശിലായി ആക്കി വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുന്നതിനെ കൊല്ലാനായിട്ട് പറ്റും. 2 മാസത്തോളം അതായത് ഞാൻ ഒരിക്കൽ എൻ്റെ ഇലയൊക്കെയുള്ള കൂടിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് കുറച്ച് നിറച്ചേക്ക് ഉപ്പ് കിട്ടും ഓരോ ദിവസവും. എന്നുവെച്ചാൽ കിട്ടും മൂലയിട്ട് ചുടുക. പിറ്റേ ദിവസം വരുമ്പോൾ ഒരു 1000 മുട്ടയായി ഒരെണ്ണം ഇങ്ങോട്ട് തട്ടി കഴിയുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ നോക്കാൻ വരുമ്പോൾ ഈ കടുമുട്ടായി പോലെ ഒരു നിന്ന് കൂട്ടിയിട്ടില്ല. ഈ ചത്തേൻ്റെ അത് ഇതാണ് രീതി. അത് മുഴുവനും കുഞ്ഞുങ്ങളാകും. അതാണ് കാരണം. ഒരു ദിവസം ഇനി നമ്മൾ വന്നാൽ പിറ്റേ മഴ പെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ഞാനൊരു 11 രാത്രി അതിൻ്റെ കിടന്നുറങ്ങണം. അതുവരെ ഇതിൻ്റെ പുറകെ ലൈറ്റുമായിട്ട് നടക്കുക. മുഴുവനും പിറക്കി ഒന്നേ കുമ്മായം അല്ലെങ്കിൽ ഉപ്പുപൊടി ഇത് രണ്ടിട്ട് അന്നേരം കാലിയായിരിക്കും ഇതിട്ടിങ്ങനെ കൊല്ലുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ പ്രദേശം മുഴുവനായി വിളകൾ മുഴുവൻ നശിപ്പിക്കാം. എനിക്ക് ആകെ ഒരു 8 കോടി ഇലയുണ്ടായിരുന്നു, തണ്ട് വരെ തുറന്നു. പക്ഷേ പിന്നെയാണ് മനസ്സിലാകുന്ന ഈ സാധനമാണ്. പച്ചക്കറിയിൽ ഒന്നുമില്ല. നേരം വിളിക്കുമ്പം ചുമ്മാ തണ്ട് കാണും. കോവലിൻ്റെ ഒക്കെ തണ്ടുണ്ട്, ഇല മുഴുവൻ തിന്നെ. അതിമ്മ ഈ തോർണം പോലെ കെട്ടിത്തൂ തിന്നേച്ച് പിറക്കുക. അങ്ങനെ ഇതാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പ്രാവശ്യം കാണുന്നതായിരിക്കില്ല അടുത്ത വർഷം. കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര കണ്ടു? അതിൻ്റെ എത്ര ഇരട്ടി കൂടി ഇപ്രാവശ്യം? എത്ര ഇരട്ടി കൂടിയിട്ടുണ്ട്? എന്തോ വളരെയധികം കൂടി. അപ്പം അതായത് അടുത്ത കൊല്ലം നമ്മൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കണം. അങ്ങനെ ഒരു പ്രശ്നമാണത്. നമ്മളതിൽ നിങ്ങളെ പരിഭ്രാന്തവരാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, പക്ഷെ അതാണ് ശരിക്കും അതിൻ്റെ ഒരു ഫാക്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും കൂടെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, ഒരു വർഷങ്ങളെടുത്ത് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ. തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിനെ പ്രതിരോധിച്ചാൽ മാത്രമേ ഇത് വ്യാപിക്കാതെ ഇരിക്കുകയുള്ളൂ. ഇതിൻ്റെ വ്യാപകമായ വ്യാപനമാണ്. എന്നുവെച്ചാൽ കൃഷി നട്ടു, കപ്പ നട്ടു, തേന നട്ടു, പിന്നെ വാഴ നട്ടു, എല്ലാം കൃഷി തിന്നുന്നു. ഒരു പച്ചക്കറി നട്ടു, അതെല്ലാം പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇല ഒന്നുമില്ലാത്തൊരവസ്ഥ. അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനൊക്കെ ഒരുമാതിരി ഒത്തിരി പെറുക്കി ഉപ്പിട്ട് കൊന്നു, പിന്നെ തുരിച്ചടിച്ചു. അത് ഇനി സ്നേഹിക്കില്ലെന്ന് പറഞ്ഞിട്ടൊരു പിന്നെ കീടനാശിനി മേടിച്ച് അത് ഉപയോഗിച്ചു. പക്ഷെ ഇതെല്ലാം കുഴിച്ചു മൂടി കഴിയുമ്പോൾ പിറ്റേ ദിവസം പിന്നെ കുഞ്ഞുങ്ങളായിട്ട് മണൽ പോലെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മൂഴൂരിൽ നമ്മുടെ ഈ അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഒരു വ്യാപനമായ വളർച്ചയെ കണക്കാക്കിക്കൊണ്ടാണ് ഈ സാധനത്തിന്റെ പല. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ചേമ്പ് നട്ടില്ല. അപ്പോൾ ചേമ്പൽ ഇതുപോലെ എന്നെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പിള്ളേരാഗ്രഹം എടുത്തു, പിന്നെ ഇത് ഇല കൊടുത്ത് കളയായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ 9 ദിവസം കൊടുക്കും. നമ്മുടെ ഈ നീളമുണ്ട്, അതിൻ്റെ ഒച്ചിൻ്റെ നീളം, അതിൻ്റെ ശംഖ് ഇങ്ങനെ 1/2 കിലോ പൂക്കോടെ ശംഖ്. അപ്പൊ ഈ ഒരു കേസിൽ ഈ പറഞ്ഞ പോലെ 1-2 ഉപ്പിട്ടു അല്ലെങ്കിൽ നമ്മൾ തുരിശ് സ്പ്രേ ചെയ്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം ചെയ്താൽ ഇത് മാറത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പദ്ധതി ആണെങ്കിൽ പോലും ഒരു 2-3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത് പദ്ധതി. അതായത് ഈ വർഷം നമ്മൾ എങ്ങനെ ചെയ്തോ അതുപോലെ ഈ പറഞ്ഞ ഇതിപ്പോൾ ഒരു ക്ലാസ്സിൽ വിശദമായി മാഡം എല്ലാ കാര്യങ്ങളും പറയും, ഫീൽഡ് സാനിറ്റേഷൻ ഉൾപ്പെടെ. ആ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മാറ്റം വേണം എന്ന് തന്നെ നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച് ഈ ഒരു 2-3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഒരു മാറ്റം കിട്ടത്തുള്ളൂ. ആഫ്രിക്കൻ ഒച്ച് എന്നുള്ള പേര് എങ്ങനെ ഇതിന് വന്നതെന്ന് അറിയോ? എന്തായാലും ഇതിനെപ്പറ്റി പറയാൻ വരുമ്പോൾ അതും കൂടെ പറയണമല്ലോ. എങ്ങനെയാണ് ഇതിന് ആഫ്രിക്കൻ ഒച്ച് എന്നുള്ളൊരു പേര് വന്നത്? എന്തുകൊണ്ടാണ്? ആഫ്രിക്കയാണ് അതിൻ്റെ ജന്മദേശം, കിഴക്കൻ ആഫ്രിക്കയാണ് അതിൻ്റെ ജന്മദേശം. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ആഫ്രിക്കൻ ഒച്ച് എന്ന് പറഞ്ഞത്.
അപ്പോൾ ഈ ആഫ്രിക്കൻ ഒച്ച് നമ്മുടെ രാജ്യത്ത് വളരെ ആക്സിഡൻ്റലി എത്തപ്പെട്ടതിന് പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നു തടി വഴി വന്നതാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു പഠിക്കാനായിട്ട് ആരോ കൊണ്ടുവന്നതെന്ന് പറയുന്നു. അങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇവിടെ എത്തിയ ഒരു സാധനം, അതായത് ഒരു ജീവി, ഒരു വേറൊരു എന്താണ് ഈ ജീവിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. എന്താണ്? വേറൊരു സ്ഥലത്ത് നിന്ന്, വേറൊരു രാജ്യത്ത് നിന്ന് ഇവിടെ ആക്സിഡൻ്റലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിവിടെ കൂടുതലായിട്ട് അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ അതിനെന്ത് പറ്റി? കൂടുതലായിട്ട് പെരുകി നമ്മുടെ ഇവിടെ മൊത്തം എല്ലാ ബ്ലോക്കുകളിലും, നമ്മുടെ കോട്ടയം ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിലും ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ മണിമല, അതുപോലെ അതായത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക്, പിന്നെ വാഴൂർ ബ്ലോക്ക്, പിന്നെ അങ്ങനെ പല ബ്ലോക്കുകളിലും നമ്മൾ മാടപ്പള്ളി, ഇവിടെ എല്ലാം നമ്മൾ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ഏരിയയിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുന്നു. വലിയ പ്രശ്നത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരാൾ വിചാരിച്ചാലൊന്നും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വർഷം അഭിമുഖീകരിച്ച ഒരു നമ്പരല്ല നമ്മൾ ഇപ്രാവശ്യം കാണുന്നത്. അടുത്ത കൊല്ലം ഇതിനേക്കാളും കൂടും. നമ്മളത് എക്സ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനുവേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ അത് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വളരെ ആകസ്മികമായി 1800, അതായത് ആ ഇന്ത്യയിൽ ആദ്യം വന്നത് കൊൽക്കത്തയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിൽ എത്തിയെങ്കിലും ഇപ്പോഴാണ് ഈ ഒരു 3-4 വർഷം കൊണ്ട്, അതായത് എനിക്ക് തോന്നുന്നു ആ വെള്ളം പൊങ്ങി. ഇപ്പം നമ്മൾ മണിമലയിലൊക്കെ സംസാരിച്ചപ്പോൾ അവിടെയുള്ള കർഷകർ നമ്മളോട് പറഞ്ഞ് അവർക്ക് കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആ വെള്ളം പൊങ്ങിയില്ലേ, ആ വെള്ളം പൊങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുതലായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒഴുക്കിൽ വന്ന് പല സ്ഥലങ്ങളിലും ഇരുന്ന സാധനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യും. അതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പോൾ ഇപ്പം നോക്കാം നമ്മുടെ കോട്ടയം ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, തൃശ്ശൂരുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ ആ ഒരു വെള്ളപ്പൊക്കം 2018 അല്ലേ, ആ സമയത്തല്ലേ വെള്ളം പൊങ്ങിയത്, ആ സമയത്തോടു കൂടിയാണ് ഈ പറയുന്ന പോലെ ഈ ആറിൻ്റെ തീരങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലങ്ങൾ അവിടെങ്ങളിലൊക്കെ ഇവന്മാർ വന്നു. അതോടുകൂടിയാണ് ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ കേരളത്തിൽ സ്പ്രെഡ് ചെയ്ത്. ഇതൊക്കെ പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇത് ഉഭയലിംഗ ജീവിയാണ്. എന്താണ് ഉഭയലിംഗ ജീവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ചുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒച്ച എവിടെയെങ്കിലും ചെന്നുള്ളെങ്കിലും മീൻസ് ആ ഉഭയലിംഗ 2 ലിംഗങ്ങളും ഉള്ളത് കൊണ്ട് ഒറ്റ ഒരെണ്ണേ ചെന്നുള്ളെങ്കിൽ അത് മൾട്ടിപ്ലൈ മുട്ടയിട്ട് വരും. അങ്ങനെയുണ്ട്. പിന്നെ പരസ്പരം അവർ അല്ലാതെ 2 ജീവികൾ തമ്മിലുണ്ട്. അത് കൂടാതെ തന്നെ ഒറ്റ ഒരിടത്ത് എത്തിയുള്ളെങ്കിലും 2 ലിംഗങ്ങളും ഉള്ളത് കൊണ്ട് എന്ത് പറ്റും? അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് എത്ര വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയാമോ? 8 വർഷം, 7 മുതൽ 10 വർഷം വരെ ഇതിന് ജീവിച്ചിരിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരാൾ തന്നെ എത്ര മുട്ട ഇടുമെന്നറിയോ? 500 മുതൽ 1200 മുട്ടകൾ വരെ അതിൻ്റെ ജീവിത കാലയളവിൽ അതിന് ഇടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരാൾക്ക് അതിൻ്റെ ജീവിത കാലയളവിൽ 500 മുതൽ 1200 മുട്ടകൾ വരെ ഇടും. ഈ ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി അത് പൂർണ്ണ വളർച്ച എത്തുവാനായിട്ട് 6 മാസം മതി. പക്ഷെ അയാൾക്ക് തന്നെ 7 മുതൽ 10 വർഷം വരെ ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ജീവിത കാലയളവിൽ 500 മുതൽ 1200 മുട്ടകൾ വരെ അത് ഇടുകയും ചെയ്യും. പിന്നെ വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമില്ലാതെ ഇവർക്ക് വർഷങ്ങളോളം ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല, ചൂട് കൂടുന്ന സമയത്ത് ഇത് 15 സെൻറ്റിമീറ്റർ മണ്ണിനടിയിൽ 15 സെൻറ്റിമീറ്റർ അടിയിൽ പോയിട്ട് ഇവൻ ഒരു സുഷുപ്ത അവസ്ഥയിൽ ഇരിക്കും. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂല സാഹചര്യം എല്ലാം വന്നു കഴിഞ്ഞ് ഇവൻ അവിടെ കിടന്നങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, വരും എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. എന്നിട്ട് ഇവന്മാർ വെളിയിൽ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽ മഴ കിട്ടുന്ന സമയത്ത് ഇവന്മാരെന്ത് ചെയ്യും? പതുക്കെ വെളിയിലോട്ട് വരും. കാരണം മണ്ണൊക്കെ ഒന്ന് തണുത്ത അന്തരീക്ഷത്തിലൊക്കെ ഒരു തണുപ്പായി പതുക്കെ ഇവന്മാർ. അപ്പോൾ ഇവരെ കണ്ടു തുടങ്ങിയത് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വർഷം ചൂടുള്ള സമയത്ത് ഒരു ഏപ്രിൽ വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എപ്പോൾ തൊട്ടിട്ടാണ് കാണാൻ തുടങ്ങിയത്? മഴ, മെയ് മാസം. അതായത് വേനൽ മഴ കിട്ടിയപ്പോഴത്തേക്കും മണ്ണൊക്കെ ഒന്ന് തണുത്ത് ഇവർക്ക് പറ്റിയൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും പതുക്കെ എന്ത് ചെയ്തു? ഇത് വെളിയിലേക്ക് വരാതെ. ഇത് മണ്ണ് നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും തുടക്കം എന്ന് പറയുന്നത് നമ്മൾ വേനൽ മഴയുടെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം വലിയ മഴ വരുമ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം വെളിയിലിറങ്ങി കൂടുതലായിട്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേനൽ മഴ വരുമ്പോൾ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, മണ്ണിനടിയിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളതും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതും ഇത്രയും എണ്ണം മുട്ടയിടുന്നതും 7-10 വർഷം വരെ ജീവിച്ചിരിക്കുന്നതും ഒക്കെ എന്താണ്? ഈ സ്വഭാവ സവിശേഷതകൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു ശരിക്കും ഒരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് ഇടയിലേക്ക് ഇത് വന്നത്. ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ ഒച്ചകളുടെ ഒരു പ്രത്യേകതയുണ്ട്. തണുപ്പുള്ളതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവരെന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ പകല് വെയിലുള്ള സമയത്ത് ഇവർ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരിക്കും.
എന്നിട്ട് സന്ധ്യയായി കഴിയുമ്പോഴത്തേക്കും സൂര്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ്റെ ഒരു പ്രത്യേക പ്രഭാവം. നമുക്കാണെങ്കിലും അസുഖങ്ങളൊക്കെ അധികരിക്കുന്ന ഏത് സമയത്താണ്? മേലുവേദന കാലുവേദനയൊക്കെ എപ്പോഴാണ് കൂടുന്നത്? സന്ധ്യാസമയത്താണ് കൂടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്ധ്യ കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം. അതേപോലെ തന്നെ സൂര്യന്റെ ഒരു ഇതുണ്ടല്ലോ, ആ ചൂട് കൊണ്ട് ഇവന്മാർ ആ സമയത്തൊന്നും വെളിയിലിറങ്ങത്തില്ല. സൂര്യൻ എന്ന് പതുക്കെ അങ്ങ് മറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇവന്മാരെന്ത് ചെയ്യും? സന്ധ്യ ആകുമ്പോഴത്തേക്ക് ശരിക്കും നിശാചരന്മാരെന്ന് തന്നെ നമുക്ക് ഇവന്മാരെ വിളിക്കാനായിട്ട് പറ്റും. രാക്ഷസന്മാരെ പോലെ സന്ധ്യയായി കഴിയുമ്പോഴത്തേക്കുമാണ് ഇവർ വെളിയിൽ ഇറങ്ങുകയും പതുക്കെ ഭക്ഷണമൊക്കെ തപ്പി നടക്കും. എവിടെയെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് പോകുന്ന വഴിക്ക് ഓരോ കവർ അവിടെ എവിടെയൊക്കെ വലിച്ചെറിയുന്ന ഒരു രീതിയുണ്ട് അല്ലേ? ഇപ്പോഴും ഉണ്ട് ആൾക്കാർക്ക് അങ്ങനത്തെ പരിപാടി അല്ലേ? നമ്മുടെ പറമ്പിൽ ഇടുകയല്ല, പോകുന്ന വഴിക്ക് അപ്പുറത്തെ പറമ്പിലേക്കോ അല്ലെങ്കിൽ വഴിയിലോ ഒക്കെ ഇട്ടിട്ട് പോകുന്നൊരു ശീലമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇവന്മാരെ സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇവിടുന്നൊക്കെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇവരെ കാണുന്ന കൂടുതലും ഈ പറയുന്ന പോലെ ഭക്ഷണാവശിഷ്ടങ്ങളോ കവറുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ ഇപ്പം എവിടെയെങ്കിലും അടിക്കാടുകൾ നമ്മൾ ഈ വെട്ടാനൊക്കെ അടിക്കാടൊക്കെ വെച്ചിട്ടുണ്ടാവും, അവിടെ എല്ലാം ഇവന്മാർ പോയി ഒളിച്ചിരിക്കും. അപ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അധികം അടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഒളിച്ചിരിക്കുകയും സന്ധ്യാസമയം ആകുമ്പോഴത്തേക്ക് ഇവന്മാർ എന്ത് ചെയ്യും? വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഈ ചില സമയത്ത് അടഞ്ഞു മഴ വരുന്ന സമയമുണ്ടല്ലോ, അതായത് അന്തരീക്ഷം മുഴുവൻ മേഘാവൃതമായിട്ട് ആ സമയത്ത് സൂര്യന്റെ പ്രഭാവം കുറവാണ്. ആ സമയത്തും ഇവര് വെളിയിലുണ്ട്. അതാണ് നമ്മൾ പകല് കാണുന്നത്. പക്ഷെ ഇപ്പം അധികം കാണത്തില്ലായിരിക്കും, കുറവായിരിക്കും. പക്ഷേ മഴ നല്ലപോലെ പെയ്യുകയും മേഘാവൃതമായിരിക്കുന്ന സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയത്തും ഇവർക്ക് എന്താണ്? വെളിയിൽ ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്തായാലും കൂടുതലും വെളിയിൽ വരുന്നത് എപ്പോഴാണ്? സന്ധ്യ കഴിയുമ്പോൾ തന്നെയാണ് ഇവന്മാര് വെളിയിൽ ഇറങ്ങുന്നത്. പതുക്കെ ഇറങ്ങിയിട്ട് ഇര തേടാനായിട്ട്, അതായത് ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് വരുന്നത്. പിന്നെ ചില സമയത്ത് നമുക്ക് കാണാം പകൽ സമയങ്ങളിൽ ഓടകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ പിന്നെ നാട്ടുപ്രദേശമായിട്ട് അത്ര ഇതില്ല. ഇപ്പം ഈ നമ്മുടെ ടൗൺ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓടകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഓടകളുടെ സ്ലാബ് ഇട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും. അവിടെയൊക്കെ ഇവന്മാർ പറ്റിപ്പിടിച്ചിരിക്കും. നല്ല തണുപ്പുകൊണ്ട് സൂര്യപ്രകാശം അടിക്കുകയോ ചെയ്യും. ഇത് രാത്രിയാകുമ്പോൾ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങും. ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഈ ഒച്ചകൾ പല രീതിയിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണ്? മെയിനായിട്ട് പ്രശ്നങ്ങളൊക്കെ നിങ്ങളിവിടെ പറഞ്ഞു. നമ്മുടെ പ്രധാന പ്രശ്നം എന്താണ്? കൃഷി നശിപ്പിക്കുന്നു അല്ലേ? കൃഷി നശിപ്പിക്കുന്നു എല്ലാം. ഇപ്പം നമുക്കറിയാം എന്തൊക്കെ വിളകൾ നശിപ്പിക്കുന്നുണ്ട്. നശിപ്പിക്കാത്തത് ഏതെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എല്ലാ തരത്തിലുള്ള വിളകളെയും അത് നശിപ്പിക്കുന്നു. ചില വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഭിത്തിയിലൊക്കെ, അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ പക്ഷേ ഇവരെ നമുക്ക് കാണാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തറ കെട്ടിയിരിക്കുന്നതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ സിമെന്റ് കട്ട കൊണ്ടുള്ള ഭിത്തികളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി, സിമെന്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ വരുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം ആദ്യം തോന്നുന്നു ഈ ഏറ്റുമാനൂർ ഏരിയയിൽ നിന്നൊരു കോള് വന്നു നമുക്ക്. ഞാൻ എന്തോ ട്രെയിനിങ്ങോ എന്തോ ആയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറിൻ്റെ കെട്ടിയിട്ടില്ലേ സിമെൻറ്റ്, അതിനകത്ത് മുഴുവൻ ഇവർ കയറിയിരിക്കുന്നത്. ഒരു വീട്ടുകാരാ നമ്മൾ ഇനി ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. കാരണം കയറിയിരിക്കുക സംഭവിച്ചു, തേണ്ടി വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഇവർക്ക് ആകെ ആദ്യമാണ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. നമുക്ക് അതിലേക്കൊക്കെ വരാം കേട്ടോ. അത്യാവശ്യം ഇത് മൂവ് ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ട് എന്താണെന്നറിയോ? ഇത് അത്യാവശ്യം ഇവന്മാർ പോയി പ്രൊഡ്യൂസ് ചെയ്തിടുന്നതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ടാവും. പിന്നെ ഇവർ പതുക്കെ രാത്രി കാലങ്ങളിലുള്ള മൂവ്മെൻറ്റേ ഉള്ളൂ ഇവർക്ക് കൂടുതൽ. പക്ഷേ ഇവരുടെ ഈ ഇത്രയും പെറ്റ് പെരുകുന്നതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇത് പെട്ടെന്നൊന്നും ചാവത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇവന്മാർ മൂവ് ചെയ്ത് എവിടെയെങ്കിലും പോയി മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് വിരിഞ്ഞ് 6 മാസം കൊണ്ട് അവിടെ അങ്ങോട്ട് കൂടും. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇട്ട മുട്ട അടുത്ത വർഷമാണ് ഇനി എല്ലാം കൂടെ പ്രശ്നമാകാൻ പോകുന്നത്. 6 മാസം കൊണ്ട് ഇത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അടുത്ത കൊല്ലം ഓരോന്നും 500, 1200 മുട്ടയിട്ട് പരിഭ്രാന്തരാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെയും പ്രശ്നത്തിലേക്ക് പോകുമെന്ന് പറയുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ പേടിപ്പിക്കാനൊന്നും പറയുന്നതല്ല, ഈ ചില രാജ്യങ്ങളിലൊക്കെ ഇത് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ഉറപ്പാണ് നമ്മളിതൊന്നും ജീവിക്കില്ല. കഴിക്കുന്നവരുണ്ട്, വായിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുന്നവരിലൊക്കെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലോ? ഞാൻ ഇതിനെ എടുത്താൽ ഉടനെ നിങ്ങൾക്ക് അസുഖം വരുമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുന്നവർ, അതായത് ഭക്ഷണം വേവിച്ച് കഴിക്കാത്തവരുടെ ഇടയിൽ ഇത് മെനിഞ്ചൈറ്റിസ് വരുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സാധനത്തിനൊരു പ്രശ്നം, കാരണം ഇതിൻ്റെ അകത്തൊരു പാരസൈറ്റ് ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തലയിൽ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കും. പറയട്ടെ, മൊത്തം പറഞ്ഞു കേൾക്കാം.
മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർക്കുക, ഒരു സാധനത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും അതൊന്നും ശ്രദ്ധിക്കുന്നതല്ല. നമ്മളിപ്പോൾ ഇപ്പോഴും മാസ്ക് വെച്ച് നടക്കുന്നവരുണ്ട്. കോവിഡ് കുറഞ്ഞു എങ്കിൽ പോലും അതെന്താണ്, ഒരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനൊരു പ്രശ്നമുള്ളൊരു സാധനമാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും ഇപ്പോഴും ജീവിച്ച് ഒരു കുഴപ്പമില്ല നമുക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ സ്രവമൊന്നും നമ്മുടെ കയ്യിലാവാതിരിക്കാനും നമ്മുടെ മൂക്കിലോ വായിലോ ഒന്നും പോകാതിരിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നുമല്ലോ, നല്ല വലുപ്പത്തിലേക്ക് ഇരിക്കുന്നു അല്ലേ, ഷെല്ലൊക്കെ ആയിട്ട്. പക്ഷെ എന്തേ, കമ്പ് കൊണ്ടൊക്കെ അതിനെ കൈകാര്യം ചെയ്യാവുള്ളൂ. പിന്നെ നമ്മളത് പെറുക്കുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു സ്രവമൊന്നും പറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളെ ഇത് പേടിപ്പിക്കാനൊന്നും പറയുന്നല്ല കേട്ടോ. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ചുമ്മാ ആൾക്കാർ അനാവശ്യമായിട്ട്, അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കത്തേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, ചെയ്യുമ്പോൾ തൊടാതിരിക്കാനും എടുക്കാതിരിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെ കൊല്ലാനായിട്ട് ഇടിച്ചു പൊട്ടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഓക്കെ. പിന്നെ ഇതിപ്പോൾ ഒരു മണ്ണിലായി, നിങ്ങൾ ഇതെന്താണെന്നറിയാം, ഇതിൻ്റെ അകത്ത് നമുക്കൊരു പരിഭ്രാന്തി അല്ല വേണ്ടത്. പിന്നെ എന്താ പറയുക, ശ്രദ്ധാപൂർവം എന്താ പറയുക, നമ്മുടെ ഒരു എന്താ പറയുക ഉചിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാർഗങ്ങൾ ചെയ്യാം. കല്ല് വെച്ച് ഇടിച്ച് പൊട്ടിക്കുന്നതാണോ, ഒരു ഇച്ചിരി ഉപ്പെടുത്ത് അതിന് മുകളിലിടുന്നതാണോ, ഏതായിരിക്കും എളുപ്പം? പക്ഷെ അത് മറിച്ചിട്ടിട്ട് ഇടണം. പക്ഷെ ഉപ്പിട്ട് കഴിയുമ്പോഴല്ലോ അതിന് ചത്തുപോകും. പക്ഷെ മുട്ട പിരിഞ്ഞ് വീണ്ടും മുഴുവനുണ്ടാവുക. അല്ല, അതിനെ നമ്മള് അതുണ്ടാവും. ഇത് ഞാൻ പറയട്ടെ, അത് കുറച്ച് പ്രൊട്ടക്ഷനിലാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ആ സാധനത്തിന് നമുക്ക് കൊല്ലാനായിട്ട് പറ്റില്ല. ഇവന്മാരെ തോണ്ടി എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യാം, അതിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം, ഇത് ഉപ്പ് വിതറി നല്ലപോലെ ഇതിനെ കൊല്ലാം. അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനി നമുക്ക് തളിക്കാം. ഓക്കെ, എന്തോ തുരിശിലായനി. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പറ്റുന്നതും കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവറോ എന്തെങ്കിലും വീട്ടിൽ പിക്കപ്പ് ഇല്ലേ, അതൊക്കെ ഇട്ടിട്ടേ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നേരിട്ട് ഇതിനെ തൊടാനായിട്ട് ശ്രദ്ധിക്കും. തവി കൊണ്ട്, പഴയ തവിയോ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടോന്നുണ്ടെങ്കിൽ അത് വെച്ച് കോരി ഇടുക. ഇപ്പൊ നമ്മുടെ ഈ പഴയ നമ്മുടെ ഈ ബക്കറ്റോ അല്ലെങ്കിൽ ഈ പെയിന്റ് അടിച്ചതിന്റെ ബക്കറ്റോ ഒക്കെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഉപ്പിലായനി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇതിനെ പെറുക്കി സ്മെല്ല്. നമുക്കിതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇതൊരു അധിനിവേശ ജീവിയാണ്. അതായത് വേറൊരു രാജ്യത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തിപ്പെട്ട ഒരു ജീവി. അങ്ങനെയുള്ള ജീവികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? എന്താണ്? അതിൻ്റെ ഒന്നും നമുക്കറിയാം, ഈ ചില പ്രാണികളെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിത്ര ജീവികൾ ഇവിടെ ഉണ്ടാവും അല്ലേ. ചിലന്തികളൊക്കെ പലതരത്തിലുള്ള പ്രാണികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ ഇത് വേറെ രാജ്യത്തു നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ശത്രു ജീവികൾ ഇവിടെ ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്രയും പെറ്റുപെരുക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ രാസകീടനാശിനികൾ, മൊളസിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് മെറ്റാലിഗേഡ് ഒക്കെ. അതുകൊണ്ടൊന്നും നമുക്കിത് പൂർണ്ണമായിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, മെറ്റാലിഗേഡ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്നെയിൽ കിൽ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെറ്റ്സ്, അതുപോലെ തന്നെ പക്ഷികൾ, അവർക്ക് പ്രശ്നമാണ്. പിന്നെ അതുപോലെ അത് ചുമ്മാ അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിനങ്ങനെ ഒരു ദൂഷ്യഫലം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും കൂടെ സാമൂഹികമായിട്ട് ഒത്തൊരുമിച്ചിട്ട് ഇതിനു വേണ്ടി പല വിധത്തിലുള്ള മാർഗങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? നമ്മുടെ ഇവിടെയൊക്കെ അടിക്കാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റബ്ബറൊക്കെ നിൽക്കുന്നിടത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അടിക്കാടുകളുണ്ടല്ലോ, ഇങ്ങനെ വെട്ടാതെയും പറക്കാതെയൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നത്, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേനൽക്കാലത്ത് തന്നെ ഒന്ന് അടിക്കാടൊക്കെ ഒന്ന് വിട്ട് നിർത്തിയാൽ നല്ലതാണ്. കാരണം ഈ തണുപ്പടിച്ച് ഇവന്മാരെ അതിൻ്റെ അകത്ത് പോയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ചപ്പുചവറുകൾ വലിച്ച് എറിയാതിരിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിയിട്ട് വലിച്ചെറിയുന്ന ഒരു രീതി. അതൊരിക്കലും അതിനകത്തുള്ള സാധനങ്ങൾ എന്നിട്ട് ഇങ്ങനെ വലിയ എന്താ പറയുക, വലിയ ഉരുളകളായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും അല്ലേ, ആ പ്ലാസ്റ്റിക് കവറുകൾ. അപ്പോൾ അതൊരു സ്ഥലത്ത് ഡംപ് ചെയ്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഹരിതകർമ്മസേനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് വേർതിരിച്ച് കൊടുക്കുക. പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മൾ കമ്പോസ്റ്റ് ആക്കി നമ്മുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഈ കവറുകൾ കെട്ടിയിടുന്ന ശീലം നിർത്തിയില്ലെങ്കിൽ പ്രശ്നമാകും. പിന്നെ വരുന്നത് കളകളൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ അടിക്കാടെല്ലാം വെട്ടിയിടുക. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ എത്ര സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ കൃഷിക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കൃഷി ചെയ്യാത്ത സമയത്ത് അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പതുക്കെ ഒന്ന് ഉഴുതിടുന്ന ഒരു രീതിയുണ്ട്. അതെന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്? വെള്ളം താന്നതിന് മാത്രമല്ല, വേനൽക്കാലത്ത് എന്തിനാണ് അത് ചെയ്തിരുന്നത്?
മണ്ണ് ഉണങ്ങുന്ന എന്തിനു വേണ്ടിയിട്ടാ? അതിലുള്ള കീടങ്ങളുടെ വിവിധ ദശകളുണ്ടെങ്കിൽ അത് സൂര്യപ്രകാശം അടിച്ച് നശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കിളച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുട്ടകളൊക്കെ 10-15 സെൻറ്റിമീറ്റർ ആഴത്തിലെങ്കിലും നമ്മൾ കിളയ്ക്കുമല്ലോ. കിളച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ മുട്ടകളും വിവിധ ദശകളും സൂര്യപ്രകാശത്തിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് കുറേ നമുക്കതിനെ നശിപ്പിക്കാനായിട്ട് പറ്റും. കാരണം ഇവർക്ക് ചൂടടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് കേട്ടോ. അങ്ങനെ ചെയ്യും. പിന്നെ വരുന്നത് നമുക്ക് ഈർപ്പവും തണലും ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ കെണി വെച്ച് ഇതിനെ പിടിച്ച് നശിപ്പിക്കും. എങ്ങനെയാണ് കെണിയൊക്കെ ഉണ്ടാക്കുന്നത്? കെണി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിനു മുമ്പ് ആരെങ്കിലും? ചളച്ചാക്കൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. ഇനി വേറെയും പല പല മാർഗങ്ങളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പം പകൽ സമയങ്ങളിൽ മേഘാവൃതമായിരിക്കുന്ന സമയത്ത് ഇവർ വെളിയിലിറങ്ങുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തറ ചെയ്തിരിക്കുന്ന അടിസ്ഥാന തറകളിലും ഒക്കെ ഇവന്മാരുണ്ടായിരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തുരിശ് ലായനി ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുരിശ് കിട്ടാൻ പോലും ഇല്ലയെന്ന് പറയുന്നു കേട്ടോ. തുരിശ് കിട്ടുന്നുണ്ടോ? ഭയങ്കര വിലയായി. അപ്പോൾ ഈ തുരിശ് ലായനി നമുക്ക് തയ്യാറാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതായത് 60 ഗ്രാം തുരിശ് 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രീതിയിലാണ് നമ്മൾ കലക്കിയിട്ട് ഒഴിക്കേണ്ടത്. പിന്നെ പണ്ടൊക്കെ നമ്മൾ പുകലയും കൂടെ ചേർത്തിട്ടുള്ളത് പറയുമായിരുന്നു. പക്ഷെ അത് തന്നെ അല്ലെങ്കിൽ നമുക്കിത് തന്നെ ചെയ്താലും അതിന് എഫക്റ്റ് ഉണ്ട്. 60 ഗ്രാം തുരിശാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും ചേർക്കേണ്ടത്. ഓക്കെ, ഇത് ഈ പറയുന്ന മരത്തടികൾ, അതുപോലെ തന്നെ അടിസ്ഥാന തറയോടുകൾ, അതുപോലെ തന്നെ സിമെൻറ്റ് ഭിത്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്നോടത്തൊക്കെ നമുക്ക് ചെറിയ ഹാൻഡ് സ്പ്രേയർ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ പറയുന്ന തുരിശ് ലായനി ആക്കി വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്തതിനെ കൊല്ലാനായിട്ട് പറ്റും. പിന്നെ ഇപ്പം കാണുമ്പോൾ വീട്ടിൽ ഉപ്പ് ഉള്ളെങ്കിൽ അതിട്ടിട്ടാണെങ്കിൽ നമ്മളതിനെ കൊന്നുകളയാം. നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത്. ഇനി ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു, കെണിയുടെ കാര്യം പറഞ്ഞത്. പലതരത്തിൽ നമുക്ക് കെണി നമുക്കറിയാം. ഡയറക്റ്റ് കാണുന്നതിനെ മാത്രമല്ലേ നമുക്ക് തുരിശ് ലായനി ഉപ്പിട്ടോ കൊല്ലാൻ പറ്റുള്ളൂ. ഈ ഒളിച്ചിരിക്കുന്നവനെ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ ഇവൻ രാത്രിയിലല്ലേ വെളിയിലിറങ്ങുന്ന സന്ധ്യാസമയത്ത്. അപ്പോൾ സന്ധ്യാസമയത്ത് നമുക്ക് കെണി വെച്ച് ഇവനെ ആകർഷിച്ച് നശിപ്പിക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ ചെയ്യുന്ന നനഞ്ഞ ചണച്ചാക്ക് എടുത്തിട്ട് നനച്ചിട്ട് പപ്പായയുടെ തണ്ട്, പപ്പായം തന്നെയല്ലേ ഇവിടെ പറയുന്നത്, കപ്പളത്തിൻ്റെ തണ്ടെന്ന് വെച്ചാൽ കപ്പളം മൊത്തമായിട്ട് ഇലയും തണ്ടും എല്ലാം കൂടെ ചേർത്തിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ചി ഒന്ന് ഇതാക്കുക. പിന്നെ വരുന്ന ക്യാബേജ്, കോളിഫ്ലവർ, ഇതിൻ്റെ ഇലകളൊക്കെ കൈ വെച്ചൊന്ന് തിരിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചണച്ചാക്കിനകത്തേക്ക് നമ്മൾ പതുക്കെ വെക്കുക. എന്നിട്ട് അത് കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ അതിനെ കുളിപ്പിക്കണം. മനസ്സിലായോ? അതായത് പപ്പായയുടെ ഇല, ക്യാബേജ്, കോളിഫ്ലവർ, അതൊക്കെ നമുക്ക് പച്ചക്കറി കടയിൽ കിട്ടുമല്ലോ. അത് മേടിച്ചിട്ട് പതുക്കെ നമ്മൾ ഈ പറയുന്ന നനഞ്ഞ ചണച്ചാക്കിനകത്തോട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഒരു ദിവസം നമ്മൾ കുളിക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഈർപ്പൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പതുക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഇവന്മാർ ഇതിനടിയിലേക്ക് വന്ന് എന്താ പറയുക, കെണിയിലകപ്പെടും. പക്ഷെ ഒരു കാര്യമുണ്ട്, പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പോയി നോക്കിയെങ്കിൽ ഇതിനെ വേഗം ഈ പറഞ്ഞ പോലെ പഴയ തവി ഉണ്ടെങ്കിൽ അത് വെച്ച് കോരി ഉപ്പുവെള്ളത്തിലിട്ട് ഇതിനെ നശിപ്പിക്കണം. ചാക്ക് പതുക്കെ തുറന്നിട്ട് ഇതിനെ പതുക്കെ ഓരോന്നിനെടുത്ത് നമ്മൾ ഇതിനകത്തിട്ട് കൊല്ലണം. കൊന്നതിന് ശേഷം കത്തിച്ച് കളയുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അതൊരു ജൈവ കെണിയാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ അത് നമ്മൾ തുരിശോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അത് കൂടാതെ നമുക്ക് വരുന്ന ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള കെണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുളിപ്പിച്ചിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങളുടെ അടുത്ത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് 500 ഗ്രാം ഗോതമ്പ് പൊടി, ഇവിടെ സാധാരണ ഗോതമ്പ് പൊടി, അതിനകത്തോട്ട് 200 ഗ്രാം ശർക്കര പൊടിച്ചത്, 5 ഗ്രാം ഈസ്റ്റ്, 25 ഗ്രാം തുരിശ്. അപ്പം തുരിശ് അതിൻ്റെ അകത്തുണ്ടേ. ഓക്കെ, ഇവിടുത്തെ കിട്ടിയ തുരിശ് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുക. അപ്പോൾ എന്നിട്ട് ഇതിനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴമ്പ് രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മുടെ ഒരു നനഞ്ഞ ചണച്ചാക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ട് അതിന് ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു റൗണ്ട് ഒരു കിഴി പോലെ ഒന്ന് കെട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മോൾഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാം, നമ്മളിതുപോലെ സ്ഥലങ്ങളിൽ വയ്ക്കാം. അപ്പം ഇതിനകത്ത് തുരിശും കൂടെ ഉള്ളതുകൊണ്ട് എന്താണ് ഗുണം, ഇവന്മാരെ ചത്തുപോകും. ഇനി ഇത് കൂടാതെ നമുക്ക് ഒരു പ്രൊപ്പോർഷനും കൂടെ ഒരു രീതിയിലും കൂടെ ഉള്ള കെണി നമ്മൾ പറയുന്നുണ്ട്. അതായത് 25 കിലോ തവിട്, 3 കിലോ ശർക്കര, 100 മില്ലി ആവണക്കെണ്ണ. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തുരിശും കൂടെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ ഇതേപോലെ തന്നെ കെണി തയ്യാറാക്കിയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ വെച്ച് ഇവരെ ആകർഷിച്ച് പിടിച്ച് കൊല്ലാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യും. അപ്പോൾ അത് ഞാൻ ലീഫ്ലെറ്റ് ഇട്ട് തരുമ്പോൾ അത് നോക്കി നിങ്ങളിത് കാണാതൊന്നും പഠിക്കണ്ട, നിങ്ങളത് പ്രകാരം ചെയ്താൽ മതി. പക്ഷേ ഇത് വളരെ നല്ല ആ സ്മെല്ല് വരുമ്പോൾ എന്താണ്, ഇവരിതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് റിസർച്ചസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തുരിശിടുമ്പം ഇവർ വരാനുള്ള ചിലപ്പോൾ ഒരു സാധ്യത കുറവായിരിക്കും, കുറച്ചൊരു പ്രൊപ്പോർഷൻ കുറവുണ്ട്. പക്ഷെ എന്നാൽ പോലും
നമുക്ക് അപ്പം തന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കുഴിച്ചിട്ടാലാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ഇങ്ങനെ പിടിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു വലിയൊരു ടാസ്ക്കാണ് അല്ലേ? ഇതിനെ ഡിസ്പോസ് ചെയ്യുക. ഭയങ്കര സ്മെല്ലാണ് ഈ സാധനത്തിന്. ഇതിനെ നമ്മൾ എവിടെ കൊണ്ടുകളയും? നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ പരിപ്പുറത്തൊക്കെ നമുക്ക് തെങ്ങുണ്ടായിരിക്കും. അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഈ സമയത്ത് എന്ത് ചെയ്യുക? ചെറിയ കുഴിയാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് പതുക്കെ പതുക്കെ മൂടി കൊടുക്കുക. അത് അവിടെ കിടന്നോട്ടെ. അത് അവിടെ കിടന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ അത് മണ്ണിലേക്ക് തന്നെ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ആ തോട് കുറച്ച് അഴിഞ്ഞ് പൊടിഞ്ഞ് മണ്ണുമായിട്ട് ചേർന്നു. അപ്പം നമുക്ക് ആ ഒരു സ്മെല്ല് നമുക്ക് കുറയ്ക്കാനും അതുപോലെ തെങ്ങിൻ ചോട്ടിൽ നമുക്കൊരു അമെൻമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം ഇതിനെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ. വെറുതെ ഒരു കുഴി കുത്തി മൂടുന്നതിൽ നല്ലതാണ് തെങ്ങിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. കുഴിച്ച് ഇടണം കേട്ടോ, അല്ലെങ്കിൽ കോഴിയൊക്കെ വന്ന് കൊത്തി ആകെ നാശാക്കും. ഇത് കൂടാതെ നമുക്കറിയാം കൃഷിയിടങ്ങളിൽ ഇത് വലിയ പ്രശ്നമാണ്, പറഞ്ഞല്ലോ അല്ലേ? എല്ലാ തരത്തിലുള്ള വിളകളെ ഇത് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ കോപ്രോക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമിൾനാശിനി അറിയാമോ? COC എന്ന് പറയുന്നത് കോപ്രോക്സിക്ലോറൈഡ്. അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? കോപ്പർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ കോപ്രോക്സിക്ലോറൈഡ് നമ്മളൊരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് വിളകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തളിച്ചു കൊടുക്കാം. പക്ഷേ വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട വിളകളിലും നെല്ലിലും നമ്മൾ കോപ്രോക്സിക്ലോറൈഡ് പറയുന്നില്ല. ഏതാണ്? നെല്ലിലും വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട വിളകൾ. ഏതാണ് വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട വിളകൾ? കുമ്പളം, പാവല്, പടവലം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിൽ നമ്മൾ അത് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാത്തിലും നമുക്ക് എന്ത് കൊടുക്കാം? ഈ പറഞ്ഞ പോലെ കോപ്പറോക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കോപ്പർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ഒച്ചിനെ അത് നിയന്ത്രിക്കും. പിന്നെ ചെയ്യുന്നത്, ഇപ്പം നമുക്കറിയാം കൃഷിയിടത്തിലേക്കൊന്നും വന്നില്ല, ഇവന്മാർ പതൊക്കെ മൂവ് ചെയ്തെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തുരിശിൻ്റെ പൊടി. നമ്മളിങ്ങനെ വരയ്ക്കത്തില്ലേ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ, കോലം വരയ്ക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചുറ്റിനും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യാം? കൃഷിയിടത്തിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം? തുരിശു പൊടി. ഇപ്പോൾ അത് കുറച്ച് നമുക്കൊരു കിച്ചൺ ഗാർഡൻ ഉണ്ട്, ഇതിനകത്തോട്ട് ഇവന്മാർ വരുമെന്ന് പേടിയുണ്ട്. എന്ത് ചെയ്യാം? നമുക്ക് തുരിശു പൊടി ചുറ്റിനും ഒരു പ്രൊട്ടക്ഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതേ വന്ന് ടച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇവൻ എന്ത് ചെയ്യും? ഇപ്പോൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്? തുരിശുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ ചത്തുപൊക്കും. തുരിശുപൊടി കൊടുക്കാം നമുക്ക്. പിന്നെ പുകലപ്പൊടിയൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. പിന്നെ ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾ അതുപോലെ തന്നെ നനം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ബ്ലീച്ചിങ് പൗഡർ നമുക്ക് കിണറിൻ്റെ സൈഡിലൊക്കെ, നമുക്ക് കിണറിൻ്റെയൊക്കെ അവിടെ നമുക്ക് ഇതൊക്കെ ചെയ്യാം. ബ്ലീച്ചിങ് പൗഡർ അതുപോലെ തുരിശിൻ്റെ പൊടി ഒക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് പോവരുത്. എന്ത്? നമ്മുടെ ഇത് വരാതിരിക്കാനായിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്കൊരു ബാരിയറായിട്ട് നമുക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വൺസ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ. പിന്നെ രൂക്ഷ ആക്രമണമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല കേട്ടോ ഈ പെറ്റാൽഡിഹൈഡ് സ്നേക്ക് കില്ല് എന്ന് പറയുന്ന ഒരു സാധനം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെറ്റ്സ് വളർത്തു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഹാനികരമാണ്. അപ്പം നമ്മൾ അതിനെ വളരെ വിവേകബുദ്ധിയോട് കൂടി തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അവരെയും കൂടെ നശിപ്പിക്കരുത്. പക്ഷെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ പോളി ഹൗസുകളൊക്കെ ഉണ്ടല്ലോ, പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ നമ്മൾ പറയത്തില്ലേ? പോളി ഹൗസ് കണ്ടിട്ടില്ലേ? ഷീറ്റൊക്കെ വെച്ചിട്ട് മഴമറ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മഴമറയല്ല, റെയിൻ ഷെൽട്ടറിനകത്താണെങ്കിലും ഇവന്മാർ കയറും. അല്ലാതെ പോളി ഹൗസുകളുണ്ടല്ലോ, അവിടെയൊക്കെ ചെയ്യുന്ന വിളകളിലാണെന്നുണ്ടെങ്കിൽ, കാരണം അതിൻ്റെ അകത്തോട്ട് പെറ്റ്സോ വളർത്തുമൃഗങ്ങളോ ഒന്നും കയറത്തില്ല. അതുപോലെ റെയിൻ ഷെൽട്ടർ ആണെന്നുണ്ടെങ്കിലും പെറ്റ്സും ഒന്നും കയറാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ മഴമറയ്ക്കുള്ളിൽ നമുക്ക് ഈ പറയുന്ന സ്നേൽ കില്ല് ഉപയോഗിക്കാം. അത് 2 കിലോ മെറ്റാൽഡിഹൈഡിൻ്റെ തരിയാണ് നമ്മൾ 1 ഏക്കറിലേക്ക് റെക്കമെൻഡേഷൻ. 2-3 പെല്ലറ്റുകളാണ് ഒരു സ്ഥലത്ത് നമ്മൾ വെക്കേണ്ടത്. ഇത് ഓവർ യൂസ് അപകടകരമാണ്. കാരണം പിന്നെ അതൊരു റെസിസ്റ്റൻസ് ബിൽഡപ്പ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിഭ്രാന്തി വേണ്ട എന്നല്ല പറയുന്നത്, കുറച്ച് പരിഭ്രാന്തി വേണം എന്ന് വെച്ചിട്ട് അതിന് വേണ്ടി വെപ്രാളം പിടിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇതൊരു പ്രശ്നമാണ്, അടുത്ത കൊല്ലം ഇതിൻ്റെ ഇരട്ടി പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യുക. പക്ഷെ പണ്ടൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ട് തന്നെ 1-2 കാണുമ്പോൾ എന്താണ് അതങ്ങ് നടന്ന് അപ്പുറത്തെ പറമ്പിലോട്ട് പൊക്കോളൂ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവൻ പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് മുട്ട ഇട്ടിട്ടായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആണ്. അതിനകത്ത് നമുക്ക് ആർക്കും ഇനി ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. പുതിയ കാര്യങ്ങൾ ഇനി നമുക്ക് വരും കാലങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്നു. റിസർച്ചസ് ഒക്കെ നടക്കുന്നുണ്ട്, ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്.